മാർച്ച് മാസം ആദ്യം സ്വർണ്ണവില കേരളത്തിൽ 1.26 ലക്ഷമായിരുന്നു. ഇടയ്ക്ക് വില കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ആഗോള വിപണിയിലെ കുതിപ്പിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില കത്തിക്കയറുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണം 1 ലക്ഷത്തിന് താഴേക്ക് പോകുന്ന പ്രവണതയും കാണിക്കുന്നില്ല. ഇതെല്ലാം സ്വർണ്ണത്തിന് വലിയ ഇടിവ് സംഭവിക്കാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനയായി കാണാം. സ്വർണ്ണവില കത്തി നിന്നെടുത്ത് നിന്ന് വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ശരിക്കും ആഭരണപ്രേമികൾക്ക് ആഹ്ലാദമായിരുന്നു. എന്നാൽ ഇന്ന് മാറി കഥ. സംസ്ഥാനത്ത് 6 ദിവസത്തിന് ശേഷം ഇടിവിന് ഇടവേളയെടുത്തിരിക്കുകയാണ് സ്വർണ്ണവില. അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ആശങ്കകളും ഡോളറിലെ അസ്ഥിരതയും സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിച്ചതാണ് വിലയിൽ മാറ്റമുണ്ടാക്കിയത്. അമേരിക്ക ഇറാൻ യുദ്ധം ഇപ്പോൾ 3ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നതിന്റെ സൂചനകളൊന്നും ഇതുവരെ കാണാൻ സാധിക്കുന്നില്ല. യുദ്ധത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായും കലുഷിതാവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ദുബായ്, അബുദാബി, ഫുജൈറ എന്നിവിടങ്ങളിൽ ഇറാനിയൻ ഡ്രോണുകളുടെ ആക്രമണം തുടരുകയാണ്. വിമാനത്താവളത്തിന് സമീപത്തുള്ള ഇന്ധന ടാങ്കിന് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. അതേസമയം ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ തുടരുന്നത് നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇത് പണപ്പെരുപ്പത്തിനും സാമ്പത്തിക വളർച്ചയിലെ ഇടിവിനും കാരണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും സ്വർണ്ണവിലയിൽ വീണ്ടും കുതിച്ചുചാട്ടം രേഖപ്പെടുത്തുകയാണ്. ഇനി നടക്കാനിരിക്കുന്ന US ഫെഡറൽ റിസർവിന്റെ നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി US ഡോളർ വലിയ അസ്ഥിരത നേരിടുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലിശ നിരക്കുകൾ കുറയുകയാണെങ്കിൽ സ്വർണ്ണവിലയിലും മാറ്റമുണ്ടാകും. എന്തായാലും ആഗോള വിപണിയിലെ കുതിപ്പിന്റെ ചുവട് പിടിച്ച് കേരളത്തിലും സ്വർണ്ണവില കത്തിക്കയറുകയാണ്. 2025 തുടക്കത്തിൽ വെറും 50,000 രൂപയായിരുന്നു പവനുണ്ടായിരുന്നത്. എന്നാൽ ആ സ്വർണം ഇപ്പോൾ 1,17,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. പഴയ നിലവാരത്തിലേക്ക് എത്താതെ സ്വർണം വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യെന്നാണ് സാധാരണ ആഭരണപ്രേമികൾ പറയുന്നത്. എന്തായാലും ആഗോള വിപണിയിൽ സ്വർണം ഇടിയുമ്പോൾ കേരളത്തിലും വില കുത്തനെ താഴുമെന്ന് തന്നെയാണ് പ്രധാന ആശ്വാസം. മാർച്ച് മാസം ആദ്യം സ്വർണ്ണവില കേരളത്തിൽ 1,26,000 രേഖപ്പെടുത്തിയത്. ഇതാണിപ്പോൾ ഏകദേശം 10,000 രൂപയോളം കുറഞ്ഞ് 1,17,000 എത്തിയത്. ആഗോള വിപണിയിൽ ഔൺസിന് 3,800-4,000 വില ഇടിഞ്ഞാൽ സ്വാഭാവികമായും സ്വർണ്ണവില 70,000 രൂപയൊക്കെ ആയേക്കും. അപ്പോഴും 50,000 എന്ന പഴയ നിലയിലേക്കുള്ള പ്രവചനങ്ങൾ ഉണ്ടാകില്ല എന്നതാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം വില $7,000 പിന്നീട് ഉയർന്നാൽ കേരളത്തിൽ സ്വർണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തരത്തിൽ പൊള്ളും. അതായത് ഒരു പവന് 1,65,000 രൂപ വരെ വില വരും. ഇത് പവൻ വില മാത്രമല്ല, നികുതിയും പണിക്കൂലിയും എല്ലാം ചേരുമ്പോൾ 1,80,000 വരെയെങ്കിലും നൽകേണ്ടി വരും. മാർച്ച് മാസത്തിൽ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. ആയതിനാൽ തന്നെ വില കുറയുമ്പോഴും ഇപ്പോഴുള്ള സ്ഥിതിയിലും സ്വർണം വാങ്ങുന്നതാണ് നല്ലതെന്ന് വ്യാപാരികളും പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.